വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ പുലിക്കളിയുള്ള ദിവസമാണ്. ഫുൾ വണ്ടികൾ തന്നെ ഇറങ്ങിയിരിക്കണം. നോക്കി കുറച്ചും ബൈക്കാണ്. നമ്മുടെ കുഞ്ഞിപ്പുലികളൊക്കെ മാസ്ക് ഒക്കെ വെച്ച് പോകുന്നുണ്ട്. എന്തായാലും ഇത് ടാബ്ലോസ് ഒക്കെ പോയി തുടങ്ങി. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയ ബുദ്ധിമുട്ട് ഗൈസ്. എന്തായാലും നമുക്ക് പോയി കാണാം. അപ്പം ഞാൻ എൻ്റെ സ്കൂട്ടി വെച്ചത് നമ്മുടെ ബിനിയുടെ അടുത്തായിരുന്നു കേട്ടോ. ഇവിടെ സ്കൂട്ടി വെക്കാനുള്ള പാട് നമുക്കേ അറിയുള്ളൂ. ഓരോരുത്തർ വണ്ടി ഉള്ളിലെടുത്ത് മാക്സിമം ഉള്ളിലോട്ടായിട്ട് വെക്കിണ്ടായിരുന്നു. കാരണം ഒരു 2 മണി തൊട്ട് നമ്മുടെ റൗണ്ടിലോട്ടുള്ള എല്ലാം റോഡും ബ്ലോക്ക്ഡ് ആയിരുന്നു കേട്ടോ. ഇതൊക്കെ മുന്നേ വെച്ചിരുന്ന വണ്ടികളാവാം. അപ്പം ഇത് നേഹ വരുന്നുണ്ട്. നേഹയും ഞാനും കാണാമെന്ന് വിചാരിച്ചേ. ഇപ്രാവശ്യം നമ്മൾ ഐസുവിനെ കൂട്ടിയിട്ടില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഐസുവിനെ കുമ്മാട്ടി കാണിച്ചിട്ട് അവന് വലിയ റിയാക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ സ്റ്റെപ്പ് കയറി നോക്കിയപ്പോണ്ടല്ലോ ജനസാഗരായിരുന്നു ഗൈസ്. 1000 എന്നൊന്നും പറഞ്ഞാൽ പോരാ, കോടിക്കണക്കിന് ആൾക്കാര് നമ്മുടെ റൗണ്ടിൽ വന്ന് തിങ്ങി നിറഞ്ഞു കേട്ടോ. പുലിക്കളി എന്ന് പറയുന്നത് ഒരു ആഘോഷം തന്നെയാണ് മലയാളികൾക്ക് എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. തൃശ്ശൂരുകാർ മാത്രമല്ല, പല ജില്ലയിൽ നിന്നായിട്ട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സ്ഥിരമുള്ള വഴിയോര കച്ചവടക്കാരും ഇവിടെ വന്ന് സ്ഥലം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ ബലൂൺസ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വിൽക്കണതും കുഞ്ഞി പിള്ളേർ മുതൽ വയസ്സായ ആൾക്കാർ വരെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ പുലിക്കളി കാണാൻ വേണ്ടിയിട്ട്. പുലിക്കളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഗൈസ്. ഈ വയറിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്ന വേറൊരു സെലിബ്രേഷൻ നമ്മുടെ ലോകത്തില്ല എന്ന് തന്നെ പറയാല്ലേ. ഇപ്രാവശ്യം പല വെറൈറ്റി ആയിട്ടുള്ള ടാബ്ലോസും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ റീസെന്റ് ആയിട്ട് ഇന്ത്യക്കാരുടെ അറ്റൻഷൻ പിടിച്ച പെഹൽഗം അറ്റാക്കിന്റെ ഒരു അവയർനെസ് പോലത്തെ ഒരു ടാബ്ലോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. 200 വർഷം മുമ്പ് നമ്മുടെ ശക്തൻ തമ്പുരാൻ കൊണ്ടുവന്ന ഒരു ഫോക്ക് ആർട്ടായിരുന്നു കേട്ടോ പുലിക്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പുലിവേട്ടയ്ക്ക് പോണതിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഈ പുലിക്കളി കൊണ്ടിരിക്കുന്നത്. അതിലെ സ്റ്റെപ്പുകളാണെങ്കിലും നമ്മൾ മലയാളികൾ ഒട്ടേറെ കണ്ട് ആസ്വദിക്കുന്നതാണ്. നമ്മുടെ ചെണ്ടയുടെ കൂടെ പുലി ഓരോ സ്റ്റെപ്പ് ആയിട്ട് വെക്കുന്നതൊക്കെ കുഞ്ഞു കുട്ടികൾ മുതൽ നമ്മൾ മുതിർന്നവർ വരെ കണ്ട് ആസ്വദിക്കുന്ന ഒരു മനോഹരമായ ഒരു ആർട്ട് ഫോമാണ് കേട്ടോ. പല ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് പുലികൾ ഇറങ്ങിയിട്ട് നമ്മുടെ സ്വരാജ് റൗണ്ട് ഇങ്ങനെ നിറയും. ഇങ്ങനെ തിരക്കിലൂടെ പോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം, നമ്മുടെ പോലീസുകാരുടെയും പിന്നെ ആ ടാബ്ലോ പിടിക്കുന്ന പിന്നിലുള്ള ഓരോരുത്തരുടെയും ആ വേർപ്പും കഷ്ടപ്പാടും ഒക്കെ കേട്ടോ. കാരണം ഇത്ര ജനക്കൂട്ടങ്ങളുടെ ഒരു ക്രൗഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുലിക്കളി എന്ന് പറഞ്ഞാൽ ഈ നീല ആയിട്ടുള്ള വലിയ വയറുള്ള പുലിക്കളിയുള്ള ഒരാളായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ആരെയും ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ. കാരണം ആൾ നല്ല ഉഷാറ് വെച്ചിട്ട് ആ വയറോണ്ടൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ആ ചുറ്റുമുള്ള ആൾക്കാരാണെങ്കിലും ഇത് കണ്ട് ആവേശം കൊള്ളുന്നുണ്ടായിരുന്നു കേട്ടോ. പുലിക്കളി തന്നെ പല കളറിൽ ഇറങ്ങുന്നുണ്ട് ഗൈസ്. പണ്ടൊക്കെ ഞാൻ ഓറഞ്ച് മാത്രമേ ശ്രദ്ധിച്ചിട്ടുള്ളൂ. ഇപ്പം വെറൈറ്റി ആയിട്ട് നീലയുണ്ട്, വെള്ളയുണ്ട്, പച്ചയുണ്ട്. പച്ചയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര അട്രാക്റ്റീവാണ് കേട്ടോ. പിന്നെ എനിക്ക് കാണാൻ ഇഷ്ടം വേറൊരു ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ, ആ ബ്ലാക്ക് ഇട്ട ആൾ ഭയങ്കര ആക്റ്റീവായിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വലിയ വയറുള്ള അടക്കം വയറൊട്ടും ഇല്ലാത്ത പുലികൾ വരെ ഉണ്ട്. എല്ലാവരെയും കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവരാണെങ്കിൽ ആ ഒരു കഷ്ടപ്പാടും ബാക്കിയുള്ളവരെ സന്തോഷപ്പെടുത്താനുള്ളൊരു എഫേർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോഴും നല്ല രസമാണ്. ഞങ്ങളൊരു 5:30 സമയത്തായിരുന്നു കേട്ടോ വന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ കുത്തി കയറി ആ ഫ്രണ്ടിനുള്ളിൽ എത്തിട്ടോ. ഈ പുലിയാണെങ്കിൽ എല്ലാവർക്കും ഒരു ബീറ്റിംഗ് സ്റ്റെപ്പൊക്കെ കാണിച്ചെന്ന് പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ സമ്മതിക്കുന്നുണ്ടായിരുന്നുണ്ട്. നല്ല ഉഷാറ് പുലിയായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോസും എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ ഡാൻസ് കാര്യങ്ങളൊക്കെ കൊണ്ട് ഓരോ കൊട്ടും ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ചുവടുകൾ വെക്കണ കാണാൻ തന്നെ നല്ല രസമായിട്ട്. അങ്ങനെ കൊട്ട് ഇങ്ങനെ കൂടി വരുമ്പോൾ അവസാനം നല്ല എനർജിയിലൊക്കെ ആയിരിക്കും. ക്രൗഡും അതിനനുസരിച്ച് നല്ല ഓളിയിടലൊക്കെ. തിരുവമ്പാടിയുടെ മുന്നിൽ നല്ല അടിപൊളി വലിയൊരു പൂക്കളായിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ 4 നമ്മുടെ പുലിക്കളി ഉണ്ടാവുക. അതാണ് നമ്മുടെ തൃശ്ശൂരുകാർ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളെ റൗണ്ടൊക്കെ ആകെ കളർഫുൾ ആക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും ഞങ്ങൾ ഒരു സ്ഥലത്തല്ല നിന്നത്, ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മാക്സിമം ഞങ്ങൾ ടാബ്ലോസ് ഒക്കെ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ സമയം 7 മണിയായിട്ട് ഞങ്ങൾ റിട്ടേൺ അടിച്ചിട്ടോ. ചില ടാബ്ലോസ് ഒക്കെ രാത്രി ആകുമ്പോൾ അതിന്റെ ഭംഗി കാണുന്നത് ലൈറ്റൊക്കെ അടിച്ചിട്ടാണെങ്കിലും വളരെ മനോഹരമായിട്ടുണ്ട്. ഓരോ കൊല്ലം കൂടും തോറും അവരുടെ ക്രിയേറ്റിവിറ്റി ആണെങ്കിലും ഓരോ ടാബ്ലോയിലൂടെ അവയർനെസ് കാണിക്കുകയാണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മീഡിയാസ് ആണെങ്കിലും ഓരോ ബിൽഡിങ്ങിന്റെ മേലെ നിന്ന് ആൾക്കാർ എല്ലാം സ്ഥലവും ഒക്യുപ്പൈഡ് ആണ് ഗൈസ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടാബ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഈ ഒരു വലിയ ഫിഷിൻ്റെ ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ വായരുള്ളിൽ ഒരു കുഞ്ഞിപ്പുലിയും കാണാം. നമുക്ക് മേലെ ഒരു പുലി, അടിപൊളി പുലി, അതിൽ നിന്ന് കളിക്കണതുമായിട്ട് കാണാം കേട്ടോ. അവരുടെ ഒക്കെ ഒരു ശക്തിയും എനർജിയും, അത് കാണുന്ന ആൾക്കാരുടെ ഒരു എനർജിയും ഹാപ്പിനെസ്സും ഒക്കെ കാണണം ഗൈസ്.
അങ്ങനെ സമയം എന്തായി ഇരുട്ടി വരുന്നുണ്ടായിരുന്നു. രാത്രിയാകുമ്പോൾ ടാബ്ലോസ് കാണാൻ വേറൊരു ലെവലൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ തിരക്കിനും ക്രൗഡിനും ഒന്നും യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. ഓരോ മുക്കിലും മൂലകളിലും ആൾക്കാരായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ഉള്ളിലുള്ള പുലി കളിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ടാബ്ലോ കളകുമ്പോൾ നമുക്ക് ചെറിയൊരു പേടിയൊക്കെ വരും. എന്നാലും നല്ല വെറൈറ്റി അടിപൊളി സാധനമായിട്ട് തോന്നിയത് എനിക്ക് ഇതായിരുന്നു കേട്ടോ. അത് ഫിഷിന്റെ വിങ്സ് വരെ ഇങ്ങനെ അടിക്കും ഗൈസ്, കണ്ടില്ലേ? ഓരോ സ്ഥലത്ത് വരെ നമ്മൾ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് നിൽക്കാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലം കേട്ടോ, ഇങ്ങനെ ബിൽഡിങ്ങിന്റെ മേലെയൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ കണ്ട വെറൈറ്റി ഒരു സാധനം ഇതായിരുന്നു കേട്ടോ. ആ മാൻ പവർ ഒരു ആളുടെ കൈകൊണ്ടാട്ടോ ആ പുലി ഇങ്ങനെ ആടുന്നത്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ടാബ്ലോസ് ഒക്കെ കണ്ട് ഇതാ നമ്മളിങ്ങനെ ഇറങ്ങി കൊടയൊക്കെ പിടിച്ചിട്ട് ഇതാ ഒരു പുലി അവിടെ ആടുന്നുണ്ട് ഗൈസ്. പക്ഷെ എൻ്റെ ഹീറോ ആ ഫ്രണ്ടിലിരുന്ന് പഫ്സ് കഴിക്കണ ആ കൊച്ചായിരുന്നു കേട്ടോ. അങ്ങനെ മൊബൈലിലും വീഡിയോസിലും ഗോപ്രോയിലും എല്ലാവരും വീഡിയോസും ഫോട്ടോസും എടുക്കുന്നതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. നമ്മളും പിന്നെ കുറേ കച്ചവടക്കാരനെയൊക്കെ കണ്ടു. പക്ഷെ ഒന്നും മേടിക്കാനൊന്നും നിന്നില്ല. ഐസ്ക്രീം ആയാലും ബജ്ജി ആണെങ്കിലും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. അത് മേടിച്ചു കൊടുക്കാനും പിള്ളേരിനെ കളിപ്പിക്കാനുള്ള കളിപ്പാട്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് മടങ്ങുകയാണ്. പക്ഷെ നമ്മൾ 7 മണിയായിട്ട് മടങ്ങിയിട്ടും ഇഷ്ടംപോലെ ആൾക്കാർ റൗണ്ടിലോട്ട് ഇങ്ങനെ വരുമായിരുന്നു കേട്ടോ. ഇനി നമ്മുടെ സ്കൂട്ടി എടുക്കലാണ് ഗൈസ് ഒരു ടാസ്ക്. അങ്ങനെ ഈ പരിപാടി അവസാനിപ്പിച്ചു. അപ്പം എല്ലാവരും ഓണം അടിച്ചു പൊളിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് ബൈ.